ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാനും ഏട്ടനും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്രാവശ്യം ശരിക്കും അങ്ങോട്ട് ഓണം എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസ് ആണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത്. ഒരിലയിൽ തേങ്ങയും അരിയും വെച്ച് വിളക്കും കത്തിച്ച് ഒരാളെ കാത്തിരിക്കുക അച്ഛമ്മ. ഈ വരുന്ന ആളെ ഓണത്തപ്പൻ, ഓണപ്പൊട്ടൻ, ഓണേശ്വരൻ എന്നൊക്കെ വിളിക്കാറുണ്ടേ. രാവിലെ പൂക്കളിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഓണപ്പൊട്ടൻ വന്നു കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ വീടുകളിലൊക്കെ തിരുവോണത്തിനോ അല്ലെങ്കിൽ ഉത്രാടത്തിനോ ഈ ഓണപ്പെട്ടം വരാറുണ്ട്. നമ്മുടെ മലബാർ ജില്ലകളായുള്ള കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലയിലൊക്കെ ഈ ഓണക്കാലത്ത് വീട്ടിലെത്തുന്നൊരു തെയ്യാണ് കേട്ടോ ഈ ഓണപ്പൊട്ടൻ എന്ന് പറയുന്നത്. ഓണേശ്വരൻ എന്നൊക്കെ ഇന്നെ വിളിക്കാറുണ്ട്. മഹാബലിയുടെ പ്രതിരൂപമാണ് ഓണപ്പൊട്ടൻ എന്ന് പറയാറുണ്ട്. ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് മഹാബലി വരുന്നു എന്നൊരു സങ്കല്പമാണ് ഓണപ്പൊട്ടനുള്ളത്. ഇവർ സംസാരിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഓണപ്പൊട്ടൻ എന്ന് വിളിക്കാറുള്ളത്. 40 ദിവസം വ്രതം എടുത്ത് രാവിലെ 6 മണിക്ക് എണീച്ചിട്ട് ഈ ഒരു വേഷവും കെട്ടിയിട്ട് നമ്മുടെ നാട്ടിലെ വീടുകളിലൊക്കെ ഇവർ കയറിയിറങ്ങും. കയറുന്ന വീടുകളിലൊക്കെ വിളക്ക് വെച്ച് അരിയും തേങ്ങയൊക്കെ വെച്ചിട്ടാണ് അവർ സ്വീകരിക്കുക. ഈ അരിയും തേങ്ങയും ഓണക്കോടിയും പൈസയൊക്കെ ആയിട്ട് നമ്മൾ ഇവർക്ക് കൊടുക്കും. അതൊക്കെ വാങ്ങിയിട്ട് അവർ നമ്മളെ അരി തലയിലിട്ട് തെച്ചിപ്പൂ കയ്യിൽ തന്നുകൊണ്ട് അനുഗ്രഹിക്കും. ഓണത്തിനുള്ള ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ആദ്യമൊക്കെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഈ ഓണപ്പൊട്ടം വരുമ്പം ഞാനൊക്കെ ആ റൂമിൽ, ഇപ്പുറത്തെ ഓഫീസ് റൂമിൽ അടച്ചിട്ട് കുത്തിരിക്കാനാണ് പതിവ്. കാരണം നല്ല പേടിയായിരുന്നു ആ ഒരു വേഷം വിധാനം കണ്ടിട്ട്. നമ്മളങ്ങനെ പേടിച്ചിരിക്കുമ്പോൾ നമ്മളെ കളിപ്പിക്കാനായിട്ട് കുറേയധികം കളികളും കുറേയധികം മണിയൊക്കെ മുട്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ കാണിക്കുമായിരുന്നു. അങ്ങനെയാണ് പേടിയൊക്കെ മാറിയത്. പുറകിക്കുന്ന ചേട്ടനാട്ടോ അന്നൊക്കെ വേഷം കെട്ടിയിരുന്നത്. ഇപ്പം ആളുടെ മകനാണ്. ഒരു പ്രത്യേകതയാണ് ഓണത്തപ്പൻ നമ്മൾ രാവിലെ കാണുമ്പോൾ, അല്ലെങ്കിൽ അയാൾ നമ്മൾ കളിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു രസകരമായ ഓർമ്മകളാണ് ഓണത്തിന്. പൊതുവെ തെയ്യങ്ങളൊന്നും അങ്ങനെ കണ്ട് ശീലമില്ലാത്ത ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് ഇതേപോലെ ഓണപ്പൊട്ടനെ തന്നെ കാണാൻ തുടങ്ങിയത്. നമ്മുടെ അടുത്തേക്ക് മണിമുട്ടി മണി തിരിച്ചു വെച്ച് വരും. അതിലേക്കാണ് കാശിട്ട് കൊടുക്കേണ്ടത്. ദേ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം 2 ഓണപ്പൊട്ടന്മാരും നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒരാളെ വന്നുള്ളൂ. പക്ഷെ രണ്ടുപേരും ഞങ്ങൾ കണ്ടു. അങ്ങനെ ഓണപ്പൊട്ടൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് ഞങ്ങൾ ഉത്രാടത്തിൻ്റെ സദ്യേൻ്റെ പുറപ്പാടാണ്. ഇപ്രാവശ്യം ഉത്രാടത്തിന് ഞങ്ങളുടെ വീട്ടിലും തിരുവോണത്തിന് അപ്പൻ്റെ വീട്ടിലുമാണ് കേട്ടോ സദ്യ. അങ്ങനെ എല്ലാവരും വീട്ടിലെത്തി അച്ചമ്മയുടെ നേതൃത്വത്തിൽ സദ്യയുടെ പരിപാടികൾ തുടങ്ങി. ഇന്ന് 1-ാം ഓണം ആണ്, ഉത്രാടം. പിന്നെ രാവിലത്തെ പിട്ടും ചായയും കഴിച്ചു പോവാം. ഇനി സദ്യ വട്ടം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാവരും ഒന്നുപോലെ എല്ലാ വീട്ടിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി സദ്യ ഒരുക്കി പൂക്കളമിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. എന്തോ രാവിലെ വന്നാരാ? രാവിലെ ഓണപ്പൊട്ടൻ. എന്താ ഓണപ്പൊട്ടനത്തെ സ്പെഷ്യല്? പൂവിട്ട് കഴിയുമ്പോഴേക്ക് മണി കൂട്ടിയിട്ട് വന്ന് പിന്നെ പൂവിന് ചുറ്റും 3 പ്രദക്ഷിണം വെച്ചു. എന്നിട്ട് അരി കൊടുക്കാൻ പറഞ്ഞു. അരി ഞാൻ ഇട്ട് കൊടുത്തു. എല്ലാവർക്കും തെച്ചിപ്പൂവും തുളസിപ്പൂവും ഞാൻ കോമൻ കവില ആരതി എല്ലാവർക്കും തന്നു. ഞാൻ ഓണക്കൂടി കൊടുത്തു. ഇപ്രാവശ്യം ഓണത്തിന് പായസം മാത്രമല്ല, പായസത്തിന്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ട്, ബോളി. തിരുവനന്തപുരം ബോളി, അല്ലെങ്കിൽ കർണാടക കാസർഗോഡ് സൈഡിലും ബോളി. പ്രാവശ്യത്തെ ഓണത്തിന് ഒന്നിരിക്കാൻ പോലും സമയം കിട്ടാത്തതിന് കാരണവും ഈ ബോളി തന്നെയാണ്. ഓണത്തിന് പ്രാവശ്യം നമ്മൾ മാത്രമല്ല കേട്ടോ ബോളി കഴിക്കുന്നത്. കുറച്ച് ഓർഡേഴ്സും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ ചെയ്തു നോക്കിയതാണ്. സംഭവം എന്തായാലും സെറ്റായി. കൊടുത്ത എല്ലാവർക്കും നല്ല ഇഷ്ടമായി എന്നാ പറഞ്ഞത്. ഉത്രാടത്തിനും തിരുവോണത്തിനും കൂടെ ഏകദേശം ഒരു 200-250 ബോളിയെങ്കിലും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. വീട്ടിലേക്കുള്ളതും കൊടുക്കാനും എല്ലാം കൂടെ ഏകദേശം അത്ര എണ്ണമായി. ഉത്രാടപ്പാച്ചിലിൻ്റെ തിരക്കിനിടയ്ക്ക് ഞങ്ങൾക്ക് അന്നത്തെ സദ്യേൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഈ കാണുന്നത് തിരുവോണ ദിനത്തിൽ അപ്പൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ച സദ്യയാണ് കേട്ടോ. 2 ദിവസവും സദ്യ ഉഷാറായിരുന്നു.
പായസമൊക്കെ ഉഷാറായിരുന്നു. അങ്ങനെ തന്നെ ബോളിയും കൂട്ടി നല്ല അടിപൊളി സദ്യയും കഴിച്ചിട്ട് ഞങ്ങൾ ഈ വർഷത്തെ ഓണം അവസാനിപ്പിച്ചു. ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെറിയൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.